നമസ്കാരം. നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര നടത്തുന്നവരാണല്ലോ. ബസ്സിനേക്കാൾ കൂടുതൽ സൗകര്യപ്രദമാണ് ട്രെയിൻ എന്നതുകൊണ്ടാണ് നമ്മൾ ട്രെയിനിനെ കൂടുതലായി ആശ്രയിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ട്രെയിനിൽ യാത്ര നടത്തുന്നവർക്ക് ഒരു ഇടുത്തി വാർത്തയാണ് ഇനി പറയാൻ പോകുന്നത്. കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന 10 രാത്രികാല ട്രെയിനുകളിലെ സ്ലീപ്പർ കോച്ച് വെട്ടി റെയിൽവേ. കോച്ചുകൾ കുറയുന്ന ട്രെയിനുകൾ ഇവയാണ്: തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ്, മധുര തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്, കൊച്ചുവേളി നിലമ്പൂർ റോഡ് രാജ്യറാണി എക്സ്പ്രസ്, നിലമ്പൂർ റോഡ് കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസ്, എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്, വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ്, പുതുച്ചേരി മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്, മംഗളൂരു സെൻട്രൽ പുതുച്ചേരി എക്സ്പ്രസ്, പുതുച്ചേരി മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്, മംഗളൂരു സെൻട്രൽ പുതുച്ചേരി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിലാണ് സ്ലീപ്പർ കോച്ചുകൾ റെയിൽവേ വെട്ടിക്കുറച്ചത്. മധുര തിരുവനന്തപുരം അമൃത എക്സ്പ്രസിനും തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസിനും നിലവിൽ 14 സ്ലീപ്പർ കോച്ചാണുള്ളത്. അത് 13 ആകും. നിലമ്പൂർ റോഡ് കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസിനും കൊച്ചുവേളി നിലമ്പൂർ റോഡ് രാജ്യറാണി എക്സ്പ്രസിനും നിലവിൽ 8 സ്ലീപ്പർ കോച്ചുണ്ടായിരുന്നത് 6 ആകും. വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസിനും എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസിനും നിലവിലുള്ള 9 സ്ലീപ്പർ കോച്ച് 8 മാറും. മംഗളൂരു സെൻട്രൽ പുതുച്ചേരി എക്സ്പ്രസിനും പുതുച്ചേരി മംഗളൂരു സെൻട്രൽ എക്സ്പ്രസിനും ഓരോ കോച്ച് വീതം കുറഞ്ഞ് 9 നിന്ന് 8 ആകും. മംഗളൂരു സെൻട്രൽ പുതുച്ചേരി എക്സ്പ്രസിനും പുതുച്ചേരി മംഗളൂരു സെൻട്രൽ എക്സ്പ്രസിനും ഓരോ സ്ലീപ്പർ കോച്ച് കുറയും. 10 നിന്ന് 9 കുറയുക. അതേസമയം കേരളത്തിന് അനുവദിച്ച 20 കോച്ചുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ജനുവരി 10 മുതൽ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ കാസർഗോഡ് തിരുവനന്തപുരം സെൻട്രൽ റൂട്ടിലാണ് സർവീസ്. നിലവിൽ ഓടിയിരുന്ന 16 കോച്ചുള്ള റേക്കാണ് 20 കോച്ചുള്ള വണ്ടിയായി മാറ്റിയത്. പുതിയ ട്രെയിനിൽ 18 ചെയർ കാറുകളും 2 എക്സിക്യൂട്ടീവ് ചെയർ കാറുമുണ്ടാകും. ആകെ സീറ്റുകളുടെ എണ്ണം 1328 ആകും. ഇനി ഏവർക്കും ഉപകാരപ്രദമായ ഈ ട്രെയിനിൻ്റെ സമയം പറയാം. രാവിലെ 5:15 തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട് കോട്ടയം വഴി പകൽ 1:20 കാസർഗോഡ് എത്തും. അതായത് ഏകദേശം 8 മണിക്കൂർ. പിന്നെ തിരിച്ച് പകൽ 2:40 കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് രാത്രി 10:40 തിരുവനന്തപുരം സെൻട്രലിൽ എത്തും. ഇങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് എത്രയും വേഗത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ട്രെയിനാണ്. റേറ്റ് അല്പം കൂടുതലാണ്, എന്നാലും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഈ ട്രെയിൻ ഉപകരിക്കും. വാർത്ത ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഒപ്പം ഇതേപോലെയുള്ള ഉപകാരപ്രദമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.